MSc എൽസ 3 അപകടത്തിൽ കേസെടുത്ത് പോലീസ്. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തത്. കപ്പൽ കമ്പനിയെ ഒന്നാം പ്രതിയാക്കിയാണ് നടപടി. കേസ് വേണ്ടെന്ന സർക്കാർ തീരുമാനം വിവാദമായതിന് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, നേരത്തെ ഈ കപ്പലിനെതിരെ നിയമ നടപടി വേണ്ട, നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കുക എന്നൊരു നയമായിരുന്നു സംസ്ഥാന സർക്കാർ പുലർത്തിയിരുന്നത്. അതിൽ നിന്ന് വിഭിന്നമായി MSc എൽസ 3 കണ്ടെയ്നർ കപ്പൽ ഉടമയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടും ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതിയും ഷിപ്പിംഗ് ക്രൂ മൂന്നാം പ്രതിയുമാക്കി കേസെടുത്തിരിക്കുകയാണ്. വിവരങ്ങൾ. നീലിമ, 2 ആഴ്ച മുമ്പ് തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അപകടത്തിൽപ്പെട്ട MSc എൽസ 2 എന്ന കപ്പൽ കമ്പനിക്കെതിരെ കേസ് എടുക്കേണ്ട എന്ന സംസ്ഥാന സർക്കാർ തീരുമാനം വിവാദമായി. വലിയ വിവാദങ്ങൾക്കും പല കോണിൽ നിന്നുള്ള വിമർശനങ്ങൾക്കുമൊക്കെ ഇടയാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് MSc എൽസ 3 കമ്പനിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ MSc എൽസ 3 എന്ന കപ്പൽ കമ്പനിയാണ് ഒന്നാം പ്രതി, രണ്ടാം പ്രതി ഷിപ്പ് മാസ്റ്റർ. അങ്ങനെയാണ് കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത നിലപാടിനോട് വളരെ വലിയ വിയോജിപ്പുകൾ പല തലങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. സംസ്ഥാന സർക്കാർ AGയോട് നിയമോപദേശം തേടിയിരുന്നു. വരും നാളുകളിൽ, അതായത് ഭാവിയിൽ ഇക്കാര്യത്തിൽ കേസെടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ അടക്കം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കേസ് എടുക്കാനായി സംസ്ഥാന സർക്കാർ തയ്യാറായിരിക്കുന്നത്. 12 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് കേരള തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ അകലെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് കോസ്റ്റൽ പോലീസിന് കേസെടുക്കാൻ അധികാരമില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ എൻട്രിക്ക ലെക്സി അപകടമുണ്ടായ സാഹചര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടി ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനം സർക്കാരിന് കേസ് എടുക്കേണ്ടി വന്നത്. 12 നോട്ടിക്കൽ മൈൽ അകലെ പരിധിയിലുണ്ടായ അപകടമായതിനാൽ കേസെടുക്കാൻ കോസ്റ്റൽ പോലീസിന് അധികാരമില്ല എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. എന്നാൽ 28 നോട്ടിക്കൽ മൈൽ അകലെ എൻട്രിക്ക ലെക്സി അപകടത്തിൽപ്പെട്ടപ്പോൾ അവരെ പിന്നീട് ഈ കപ്പൽ കേരള തീരത്തു നിന്നും വളരെ നോട്ടിക്കൽ മൈൽ ദൂരം അകന്നു മാറുകയും ചെയ്തിരുന്നു. പക്ഷെ അവരെ തിരിച്ചു വിളിച്ച് കേസെടുക്കേണ്ട ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിലുണ്ടായ ഈ അപകടത്തിലും ഇപ്പോൾ കേസെടുക്കാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരായത്. എന്തായാലും തുടർച്ചയായി ഉണ്ടായ കപ്പൽ അപകടങ്ങൾ അത് ഏത് രീതിയിലാണ് കടലിലെ ആവാസ വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും അടക്കം ദോഷകരമാവുക, ഇക്കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നു. ഈ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ വലിയ ചർച്ചയായിരുന്നു. MSc എൽസ 3 കപ്പൽ തോട്ടപ്പള്ളിയിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്ത് മുങ്ങിയതിന് തൊട്ടു പിന്നാലെ ഈ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കേരളത്തിന്റെ വിവിധ തീരങ്ങളിൽ കൊച്ചിയിലും കോഴിക്കോടും കൊല്ലത്തും ആലപ്പുഴയിലും അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ അടിഞ്ഞിരുന്നു. പരിസ്ഥിതി പ്രത്യാഘാതങ്ങളും ഒപ്പം തന്നെ കടലിലെ മത്സ്യസമ്പത്തിനടക്കം ഇത് ഭീഷണിയാണ് എന്ന് ചൂണ്ടിക്കാട്ടി മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലൊക്കെ പ്രതിഷേധമുയർന്നിരുന്നു. എന്നാലും കപ്പൽ കമ്പനിക്ക് അനുകൂലമായ ഒരു നിലപാടായിരുന്നു അന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത്. നഷ്ടപരിഹാരം മാത്രം മതി, കപ്പൽ കമ്പനിക്കെതിരെ ഒരു കേസും വേണ്ട എന്നുള്ള നിലപാട് മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു യോഗത്തിൽ എടുത്ത തീരുമാനമാണ്. കപ്പൽ കമ്പനിക്കെതിരെ കേസ് വേണ്ട, നഷ്ടപരിഹാരം മാത്രമായി മുന്നോട്ട് പോയാൽ മതി എന്നുള്ളത്. പക്ഷേ ഈ നഷ്ടപരിഹാരം വാങ്ങി മുന്നോട്ട് പോയാൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ, കടലിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന, നമ്മുടെ മത്സ്യസമ്പത്തിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും, അവരുടെ തൊഴിലിനെയും ജീവിതത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ തന്നെ MSc എൽസ 3 എന്ന കമ്പനിക്കെതിരെ കേസൊന്നും വേണ്ട എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വീണ്ടും കപ്പൽ അപകടം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ കണ്ടെയ്നറുകളടക്കം വലിയ സ്ഫോടകാത്മക ശേഷിയുള്ള പല രാസപദാർത്ഥങ്ങളും ഒപ്പം തന്നെ ഓയിലും ഒക്കെ കടലിൽ കലർന്നത്, വിഷപദാർത്ഥങ്ങളും രാസപദാർത്ഥങ്ങളും ഘർഷണം സംഭവിച്ചാലും ഒപ്പം തന്നെ വായുവുമായും വെള്ളവുമായും ഒക്കെ കലർന്നാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്ത്, അതായത് അപകടകരമായും ഉദാസീനമായും MSc എൽസ 3 എന്ന ചരക്ക് കപ്പൽ കൈകാര്യം ചെയ്ത് ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് വശം കടലിൽ മുങ്ങിത്താഴാനിടയാക്കിയ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഉണ്ടായതെന്ന് FIR പറയുന്നുണ്ട്.